തെരുവ് നായയെ ഇനി മുതൽ വെറും പട്ടിയായി കണക്കാക്കാനാവില്ല. കാരണം അവന് സുപ്രീം കോടതിയിൽ വരെ ചർച്ചയായി. നൂറുകണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും ഒക്കെ ആക്രമിച്ചപ്പോൾ അവനെ ആരും ഗൗനിച്ചില്ല. എന്നാൽ രണ്ട് ജഡ്ജിമാരുടെ വണ്ടിയുടെ മുമ്പിൽ ചാടി ആളാകാൻ ശ്രമിക്കുക വഴി സുപ്രീം കോടതിയിൽ അവൻ ശ്രദ്ധേയനായിട്ട് മാറി. സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. കപിൽ സിബലിനെ പോലെ അതിപ്രശസ്തരായ വക്കീലന്മാരെ കൊണ്ടുവന്നാണ് മൃഗസ്നേഹികൾ കേസ് നടത്തിയത്. അവർക്ക് പക്ഷേ സുപ്രീം കോടതി തിരിച്ചടി നൽകി. മൃഗസ്നേഹികൾ നായ്ക്കളെ തെരുവിൽ വിട്ടല്ല നായ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, അവരെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിച്ചാണ് എന്ന് സുപ്രീം കോടതി മടി കൂടാതെ പറഞ്ഞു. മനസ്സിൽ കൈയടിച്ചാണ് പൊതുസമൂഹം കോടതി വിധിയെ എതിരേറ്റത്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിന് പണ്ട് മുതലേ രണ്ട് മാർഗങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, നായ്ക്കളുടെ എണ്ണം കുറയ്ക്കണം. അത് നായ്ക്കളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടല്ല, ജനന നിരക്ക് കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ ABC പദ്ധതി പ്രഖ്യാപിച്ചത്. പക്ഷെ അത് ഫലപ്രദമായി പ്രാവർത്തികമാക്കുന്നില്ല. രണ്ടാമത്തെ മാർഗം ഷെൽട്ടറുകളിൽ നായ്ക്കളെ പാർപ്പിക്കുക എന്നുള്ളതാണ്. കണക്കനുസരിച്ച് 1.5 കോടിയിലധികം തെരുവ് നായ്ക്കളാണുള്ളത്. ഒരു നായയെ ഷെൽട്ടറിൽ പാർപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു ദിവസം 40 രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. അതിന് പ്രകാരം ഒരു ദിവസം നായ്ക്കളെ ഷെൽട്ടറിൽ ഭക്ഷണം കൊടുത്ത് പാർപ്പിക്കുന്നതിന് 61 കോടിയിലധികം രൂപ വേണ്ടിവരും. നിത്യദാരിദ്ര്യത്തിൽ കഴിയുന്ന പൗരന്മാരെ പോറ്റാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിൽ ഇത്രയും നായ്ക്കളെ പരിചരിക്കാൻ കഴിയും എന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. സ്കൂൾ കുട്ടികളെ പട്ടി കടിക്കാതിരിക്കാൻ സ്കൂളിന് ചുറ്റും വേലി കെട്ടണമെന്ന നിർദ്ദേശം ഒരു സംസ്ഥാനത്ത് നിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഉണ്ടായതായി റിപ്പോർട്ട് കണ്ടു. രാജ്യത്ത് ഏതാണ്ട് 2 ലക്ഷത്തോളം സ്കൂളുകളിൽ വൈദ്യുതി കണക്ഷൻ പോലുമില്ല. അങ്ങനെയുള്ളവരെങ്ങനെയാണ് പട്ടിയെ അകറ്റി നിർത്താൻ വേണ്ടി വേലി കെട്ടുന്ന ജോലി ഏറ്റെടുക്കുക? ഇതെല്ലാം കണക്കിലെടുത്താകണം സുപ്രീം കോടതി പരിഹാസ രൂപത്തിൽ പറഞ്ഞത് ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകുക. കാരണം നായ്ക്കളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി കൗൺസിലിംഗ് നടപ്പിലാക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നായ്ക്കളെ മാത്രമല്ല, അതിൻ്റെ പരിധിയിൽ മൃഗസ്നേഹികളെയും മന്ത്രിസഭയിലെ ചിലരെയെങ്കിലും ഉൾപ്പെടുത്താൻ കൂടി